പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ബനാന പൂരിയാണ്. അഥവാ അതിന് മാംഗോ ബൺസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു റോബസ്റ്റ പഴമാണ് എടുത്തുള്ളത്. നല്ല പഴുത്ത പഴം എടുക്കണം ഏതെടുക്കുകയാണെങ്കിലും. പിന്നെ നേന്ത്രപ്പഴം വേണ്ട. ഇത് ചെറുതുപോലെ ചെറിയ ടൈപ്പ് പഴങ്ങളാണ് ഏറ്റവും ടേസ്റ്റ്, സോഫ്റ്റായ പഴങ്ങൾ. അപ്പോൾ നന്നായിട്ട് ഫോർക്ക് വെച്ച് ഉടച്ച് കൊടുക്കുക ഇതുപോലെ. ഇനി ഇതിൻ്റെ ഒരു അളവിനനുസരിച്ചാണ് ഞാൻ ബാക്കി എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും നന്നായിട്ട് ഈ പഴത്തിൻ്റെ കൂടെ അലിഞ്ഞ് വരണം. അപ്പോൾ അതനുസരിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ജീരകം, 1 ടീസ്പൂൺ ജീരകം നമ്മൾ ചതക്കാതെ അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, മുഴുവൻ ജീരകം. പിന്നെ 3 ടേബിൾ സ്പൂൺ തൈര്, കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ തൈരിൻ്റെ പുളി കൂടുതലാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയും മതി. അപ്പോൾ നന്നായിട്ടൊന്ന് ഇതേപോലെ മിക്സ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഈ ഒരു അളവനുസരിച്ചാണ് നമ്മൾ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ആദ്യം തന്നെ 1 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ ലൂസ് എത്രത്തോളം ആ ഒരു പഴത്തിൻ്റെയും തൈരിൻ്റെയും ആ ഒരു വെള്ളം ആ ഒരു ഇതിനനുസരിച്ചാണ് നമ്മൾ പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് കുറച്ച് ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു മാവ് കിട്ടേണ്ടത്. അതനുസരിച്ച് പൊടി കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് തന്നെ കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുമ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആവുന്ന രീതിയിൽ തന്നെ കുഴയ്ക്കണം. ഏറ്റവും ലാസ്റ്റിലേക്ക് നമുക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് വീണ്ടും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് മാറ്റി വെക്കാം. ഒരു 4-5 മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെയാകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബണ്ണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഈ ഒരു മാവ് എടുക്കുന്നത്. അപ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കുറച്ചൊരു ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ ഇതേപോലെ കുറച്ച് ഒരു മൈദപ്പൊടി തൂവി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം നമുക്ക് ബോളുകളാക്കി മാറ്റാം. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക, അല്ലാത്ത രീതിയിൽ എടുക്കുക കേട്ടോ, ഏതാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ വലിപ്പമൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ചിട്ട് വലുതാക്കിയിട്ടും ചെറുതാക്കിയിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും കുറച്ചുകൂടെ ഞാൻ മാവൊക്കെ ഒന്ന് തൂവിയിട്ട് നല്ല ബോളുകളാക്കിയിട്ട് മാറ്റുകയാണ്. അപ്പോൾ എപ്പോഴും ബോൾ നല്ല സ്മൂത്തായിരിക്കണേ, എന്നാൽ മാത്രം നമുക്ക് പൊരിച്ചെടുക്കുമ്പോൾ അങ്ങനെ പൊട്ടിപ്പോവാതെയൊക്കെ നല്ല വൃത്തിയിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നന്നായിട്ട് ഇതേപോലെ ഉരുട്ടി വെക്കുക. ഇനി ഇതുപോലെ ഉരുട്ടി വെച്ച ഉരുളകളെല്ലാം കുറച്ചുകൂടെ മൈദപ്പൊടി ഒന്ന് മീതെ തൂവിന് ശേഷം നമ്മൾ ഒരു തുണി വെച്ചിട്ട് കവർ ചെയ്ത് വെക്കണേ. തുണി ഇങ്ങനെ നനയ്ക്കൊന്നും വേണ്ട, വെറുതെ ആ തുണി ഇട്ട് കൊടുത്താൽ മതി, ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടോ. അതിൽ ഓരോന്നും നമുക്ക് എടുത്തതിന് ശേഷം പൂരി പരത്തുന്നത് പോലെ തന്നെ അതേ ഷേപ്പ് തന്നെ കട്ടിയിലാണ് പരത്തേണ്ടത്. പിന്നെ ഇതിൽ കുറച്ച് കട്ടി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ബണ്ണിന് കുറച്ച് കട്ടി ഉണ്ടെങ്കിലാണ് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. ഒരുപാട് തിന്നായി പോകണ്ട, ഈ ഒരു പാകത്തിന് തന്നെ എടുക്കണേ. അപ്പോൾ അത് ഒരുമിച്ച് നമുക്ക് പരത്തി വെച്ചിട്ടുണ്ടെങ്കിലും എപ്പോഴും ഒരു തുണി ഇട്ടിട്ട് കവർ ചെയ്യാൻ മറന്നു പോകണ്ട. ഇല്ലെങ്കിൽ പിന്നെ ആവശ്യാനുസരണം ഓരോന്ന് ചുട്ടെടുക്കുമ്പോൾ ഓരോന്ന് പരത്തി അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഏതാണ് നമ്മളെ സൗകര്യം അനുസരിച്ചിട്ട് പരത്തിയെടുക്കുക. ഇനി ഞാനിവിടെ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചൂട് എപ്പോഴും ശ്രദ്ധിക്കണേ. ഒരുപാട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ച് ചൂട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് പൊരിച്ചെടുക്കാൻ. ഒരു ഇളം ബ്രൗൺ കളർ ആവണം, ആ ഒരു പാകത്തിനാണ് ഈ ഒരു പൂരി നമ്മൾ എടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു 1 സൈഡ് ഇതേപോലെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പിന്നെ എണ്ണ അധികം കുടിക്കുകയൊന്നും ചെയ്യില്ല, നല്ലതായിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ നമുക്ക് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറിനൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. പിന്നെ ഈ അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലുണ്ടാകുന്നതുമാണ്. അതനുസരിച്ച് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. പിന്നെ ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പഴം ഒന്നധികം എടുക്കുക. അതനുസരിച്ചിട്ട് നമ്മുടെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും അതനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉൾഭാഗം കണ്ടോ, നല്ല ബ്രെഡൊക്കെ എങ്ങനെയാണോ ഉണ്ടാവുക അതുപോലെയാണ് ഇതിൻ്റെ ഉൾഭാഗം. കഴിക്കാൻ നല്ല രസമാണ്. അതിപ്പോൾ 4 മണി ചായൻ്റെ കൂടെ വെറുതെ കഴിക്കാൻ ടേസ്റ്റാണ്. ഇനി അതെല്ലാം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ആണെങ്കിൽ അതിൻ്റെ കൂടെ വെള്ള ചട്നി ഉണ്ടല്ലോ, അത് ചേർത്തിട്ടും കഴിക്കാം. ചട്നി ഏതായാലും കുഴപ്പമില്ല, പക്ഷേ വെള്ള ചട്നി കുറച്ചും കൂടെ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ചാനൽ. ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി.